പലപ്പോഴും നമ്മളൊക്കെ പ്രണയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യ സമയങ്ങളിലൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. നമ്മുടെ പാർട്ട്ണറോട് നമ്മൾ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് നമ്മൾ സമയം കണ്ടെത്തി ഒരുപാട് സംസാരിക്കാനും ഒന്നിച്ചു പോകാനും ഒക്കെ ടൈം കണ്ടെത്തി അത്രയ്ക്ക് സ്നേഹിക്കും ട്ടോ. എന്നിട്ട് സ്നേഹിച്ച് കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണറുടെ ഭാഗത്ത് നിന്ന് പിന്നെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ കൂടെ ഇരിക്കാൻ സമയമില്ല എന്നൊക്കെയുള്ളത്. അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ. പലപ്പോഴും നോർമൽ ആയിട്ട് ഇപ്പം നല്ല രീതിയിൽ പോകുന്ന ഏതൊരു കപ്പിൾസിന്റെ ഇടയിൽ ചോദിച്ചാലും ഇങ്ങനെ ഉണ്ടാവും. കാരണം എന്താണെന്ന് അറിയോ, ഇപ്പൊ നമ്മുടെ പാർട്ട്ണർ, ഇപ്പൊ ഞാൻ പരാതി പറഞ്ഞു, ഇപ്പൊ എന്റെ പാർട്ട്ണർക്ക് എന്താ ഉണ്ടാവുമെന്ന് അറിയോ, ഒരു ഉറച്ച വിശ്വാസമാണ്. ആ വ്യക്തി എന്നെ സ്നേഹിച്ചതും ചേർത്ത് പിടിച്ചതും എല്ലാം കൊണ്ട് ആ വ്യക്തിക്ക് ഈ വ്യക്തിയെയും ഈ വ്യക്തിക്ക് ആ വ്യക്തിയെയും നന്നായി മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം ഇവൾ ഒരിക്കലും എന്നെ വിട്ടു പോവില്ല, അല്ലെങ്കിൽ ഇവൻ എന്നെ ഒരിക്കലും വിട്ടു പോവില്ല. കാരണം അത്രയും കണക്റ്റഡ് ആണ്, അത്രയും സ്നേഹമാണ്. ഇപ്പോഴും ഈ കൊടുത്ത പ്രയോറിറ്റി, നമ്മൾ കൊടുക്കുന്ന സ്നേഹവും സമയത്തിനൊക്കെ വ്യത്യാസമുള്ളൂ. അല്ലാതെ റെസ്പോൺസിബിലിറ്റീസും എല്ലാ കാര്യവും ഏറ്റെടുക്കുന്നുണ്ടാവും, എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ടാവും. പക്ഷെ കൊടുക്കുന്ന സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആളെ കൂടുതലായിട്ട് പഴയതുപോലെ ഒന്നും സ്നേഹിക്കുന്നുണ്ടാവില്ല. ഇതെന്താണെന്നറിയോ, അത് നമ്മൾ ഒരു സായിയായി, നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഫിക്സഡ് ആയി. അപ്പം അതുകൊണ്ടുള്ള ഒരു ചേഞ്ച് ആണ്. അപ്പം ഈ ചെയ്യുന്ന പാർട്ട്ണറോട് എനിക്ക് പറയാനുള്ളത്, ഈ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു സ്നേഹം, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ പാർട്ട്ണറിൽ നിന്നും എപ്പോഴും മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്ന അതേപോലത്തെ സ്നേഹം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക ഇവളത് എന്റേത് തന്നെയാണ്, അല്ലെങ്കിൽ ഇവൻ എന്റേത് തന്നെയാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിലും മനസ്സിലാക്കുക ആ വ്യക്തിക്ക് ആ ഒരു ഇഷ്ടവും ആ ഒരു പ്രയോറിറ്റിയും എപ്പോഴും വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. പക്ഷെ തിരിച്ചു ഈ വ്യക്തി ചിന്തിക്കേണ്ടത്, അതും ആ തുടക്കത്തിലുള്ള റിലേഷൻഷിപ്പുകൾ തമ്മിൽ റെസ്പോൺസിബിലിറ്റി കൂടി മക്കളൊക്കെ ആയിട്ടുണ്ടാവും രീതിയിലെത്തിയ സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പാർട്ട്ണർക്ക് റെസ്പോൺസിബിലിറ്റി കൂടിയും ചിലപ്പോൾ മക്കളുണ്ടാവും, ചിലപ്പോൾ ജോബിലൊക്കെ കയറ്റം കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ലെവലിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ പാർട്ട്ണർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ആയി. അപ്പം അതിൽ എല്ലാ സമയവും നിനക്കായി മാത്രം ചെലവഴിക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ച് വിട്ടുവീഴ്ച, കുറച്ച് പരാതികളൊക്കെ പറയാം, എന്നാൽ പോലും കുറച്ച് വിട്ടുവീഴ്ച കൊടുക്കുക. ആളുടേതായ പ്രയോറിറ്റി ആളുടെ വർക്കിലും ആളുടെ ആ ലൈഫിന്റെ ആ ഒരു ഇതിൽ കൊടുക്കുമ്പോൾ ആലോചിക്കുക, ഇത് നമുക്ക് വേണ്ടി തന്നെയാണ്, നാളെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി തന്നെയാണ് എന്നുള്ളത്. ഇത് ഒരു പ്രണയത്തിലെ വേരിയേഷൻസ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സമയത്തിന്റെ ഒരു വേരിയേഷൻസ് മാത്രം ചിന്തിക്കുന്ന ഒരു കപ്പിൾ ആണെങ്കിൽ മാത്രം കേട്ടോ ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാവുള്ളൂ.